അടുത്ത അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ആട് സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. നമ്മുടെ ജയസൂര്യ, വിജയ് ബാബു, അതുപോലെ തന്നെ വിനായകൻ, അതുപോലെ തന്നെ സൈജു കുറുപ്പ്, സണ്ണി വെയിന്, ഇന്ദ്രൻസ്, അങ്ങനെ വലിയൊരു കാസ്റ്റ് വരുന്നൊരു അടിപൊളി പ്രൊജക്ട് തന്നെയാണ് ആട് ഫ്രാഞ്ചൈസിലെ തേർഡ് പാർട്ട്. എന്തായാലും ആട് 3 എന്ന സിനിമയ്ക്ക് 2 പാർട്ടായിട്ടാണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് റൈഡ് എന്ന രീതിയിലാണ് പാർട്ട് 1. എന്തായാലും ലാസ്റ്റ് റൈഡ് പാർട്ട് 2 സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ആദ്യ ഭാഗം വലിയൊരു വിജയമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്തായാലും അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കും. സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആണ് സിനിമ സെക്കൻഡ് പാർട്ടിനായിട്ട്. എന്തായാലും നല്ല പോസിറ്റീവ് റെസ്പോൺസ് ഓഡിയൻസ് കൊടുക്കുകയാണെങ്കിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. ഇതിൽ കാത്തിരിക്കാൻ നമുക്ക് ആട് സിനിമയുടെ നല്ലൊരു വിജയത്തിനായിട്ട്. സിനിമ റിലീസ് മാർച്ച് 19-ാം തീയതിയാണ്. ഇതുവരെയായിട്ടും ഈ യുദ്ധം കാരണം സിനിമയുടെ റിലീസ് മാറ്റുമെന്ന രീതിയിൽ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഇല്ല. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് സിനിമയുടെ അപ്ഡേറ്റിനായിട്ട് റിലീസ് വരുമോ ഇല്ലയോ എന്ന്. അടുത്ത അപ്ഡേറ്റ് വാരണാസി എന്ന് പറഞ്ഞ SS രാജമൗലിന്റെ വമ്പൻ സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ്. സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് അന്റാർട്ടിക്കയിലാണ് സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ 4ാമത്തെ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വാരണാസി സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ വരാൻ പോകുന്നത്. ഇനി എന്തായാലും പടത്തിന് ബാക്കിയുള്ളത് 6 മാസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും SS രാജമൗലി തിങ്സ് ആണെങ്കിൽ നമുക്ക് ഹാഷ്ടാഗ് കൊടുക്കാം. എന്തായാലും SS രാജമൗലി സിനിമ റിലീസ് അടുത്ത വർഷമാണ്. മഹേഷ് ബാബു, പൃഥ്വിരാജ്, അതുപോലെ തന്നെ പ്രിയങ്ക ചോപ്രയ്ക്കാണ് ഇതിൽ മറ്റു കഥാപാത്രങ്ങൾ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ കാര എന്ന് പറഞ്ഞ സിനിമേന്റെ തന്നെയാണ്. വേൾഡ് വൈഡ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സിനിമയുടെ പുതിയ റിലീസ് തീയതി അല്ലെങ്കിൽ റിലീസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഒരു വില്ലേജ് ഹൈസ്റ്റ് ത്രില്ലർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാര എന്ന് പറഞ്ഞ നമ്മുടെ ധനുഷ്, മമിത ബൈജു സിനിമയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ GV പ്രകാശാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. വിഘ്നേഷ് രാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിന്റെ സിനിമയാണ് പോർതൊഴില്. ഗംഭീര ഡയറക്ഷൻ ആട്ടോ പുള്ളിന്റെ പോർതൊഴിൽ പരിശോധിക്കുകയാണെങ്കിൽ. എന്തെങ്കിലും കാര സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. എന്തെങ്കിലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ഒരു അടിപൊളി പ്രൊമോഷൻ മെറ്റീരിയലിനായിട്ട് അല്ലെങ്കിൽ ഒരു ടീസർ ട്രെയിലറിനൊക്കെ ആയിട്ട് എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷൻ തന്നെ കാര സിനിമയിലേക്കുണ്ട്. അടുത്ത അപ്ഡേറ്റ് അല്ലു അർജുൻ, അതുപോലെ തന്നെ നമ്മുടെ അറ്റ്ലി സംവിധാനത്തിൽ വരാൻ പോകുന്ന പാൻ ഇന്ത്യൻ സിനിമയായ നമ്മുടെ A22x A6 നമ്മുടെ അല്ലു അർജുൻ സിനിമ. എന്തായാലും പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ അപ്ഡേറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലു അർജുന്റെ പിറന്നാൾ ദിനമാണ് ഏപ്രിൽ മാസം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 8-ാം തീയതി പടത്തിന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ ടീസർ റിവീൽ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെയാണ് നമ്മുടെ സൺ പിക്ചേഴ്സ് ഈ ഒരു സിനിമയ്ക്കായിട്ട് ബഡ്ജറ്റ് കൊടുക്കുന്നത് നിർമ്മിക്കാനായിട്ട്. എന്തായാലും ഗംഭീര ടീസർ തന്നെയാണ് വരാൻ പോകുന്ന ഏപ്രിൽ മാസം 8-ാം തീയതി. വലിയൊരു ഹൈപ്പ് തന്നെ കാണാൻ സാധിക്കുന്ന നിലവിൽ സായി അഭ്യങ്കർ ഒക്കെയാണ് മ്യൂസിക്. കാത്തിരിക്കാൻ നമുക്ക് സൺ പിക്ചേഴ്സിന് വരാൻ പോകുന്ന അറ്റ്ലി അണ്ണന്റെ 6ാമത്തെ സിനിമയ്ക്കായിട്ട്. അടുത്ത സിനിമ അപ്ഡേറ്റ് നമ്മുടെ തെലുങ്കും തന്നെയാണ്. നമ്മുടെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമ. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണ്. നിലവിലെ സിനിമയുടെ ഹൈദരാബാദിലെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ നാഗാശ്വിൻ സംവിധാനം ചെയ്യുന്ന കൽക്കി സിനിമയുടെ അമിതാഭ് ബച്ചൻ അതുപോലെ തന്നെ ഉലകനായകന്റെ ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിലവില്. ഇനി വരാൻ പോകുന്ന നമ്മുടെ പ്രഭാസ് അണ്ണൻ തന്നെയാണ്. പ്രഭാസ് അണ്ണന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മാർച്ച് മാസം 16-ാം തീയതിയാണ്. എന്തായാലും മാർച്ച് 16-ാം തീയതി നമ്മുടെ പ്രഭാസും സിനിമയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ് സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൽക്കി 2898 AD എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് വരും ദിവസങ്ങളില്. അടുത്ത അപ്ഡേറ്റ് രാമായണ എന്ന സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. വമ്പൻ സിനിമ തന്നെയാണ് പാൻ ഇന്ത്യൻ സിനിമ രാമായണ എന്ന് പറഞ്ഞ സിനിമ. രൺബീർ കപൂർ, സായി പല്ലവി, അതുപോലെ തന്നെ യാഷൊക്കെ അഭിനയിക്കുന്ന വമ്പൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്ന രാമായണ. പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് സിനിമ റിലീസ്. പാർട്ട് 1 ഈ വരുന്ന ദീപാവലി പ്രമാണിച്ചാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ച് ഈ വരുന്ന ജൂലൈ 23-ാം തീയതിയാണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല സിനിമയുടെ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പോസ്റ്റേഴ്സ് റിവീലിംഗ് മാർച്ച് 23-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. ഈ സിനിമയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സണ്ണി ഡിയോൾ വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് പിന്നെ രവി ഡുബി വരുന്നുണ്ട്, പിന്നെ ഹാൻസ് സിമ്മറും AR റഹ്മാനുമാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഹാൻസ് സിമ്മർ വെറുതെ ഒന്നും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ രാമായൺ എന്ന സിനിമയിൽ അത്രത്തോളം ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡയറക്ഷൻ നമ്മുടെ നിതേഷ് തിവാരിയാണ് ഡെങ്കൽ സിനിമയുടെ സംവിധായകൻ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് രാമായണ സിനിമയുടെ കിടു അപ്ഡേറ്റ്സിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് സൂര്യ 46 എന്ന സിനിമയുടെ ടീസർ അപ്ഡേറ്റ് അതുപോലെ തന്നെ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് തന്നെയാണ്. പടം റിലീസ് വരാൻ പോകുന്ന ജൂലൈ മാസമാണ്. സൂര്യന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് തന്നെയായിട്ട്. അത് മാത്രമല്ല സിനിമയ്ക്ക് ടൈറ്റിൽ റിവീൽ നോക്കുകയാണെങ്കിൽ സൂര്യ 46 സിനിമയ്ക്ക് പേര് നോക്കാൻ സാധിക്കുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്നാണ്. ഒരു ഫീൽ ഗുഡ് ഡ്രാമ സിനിമ എന്നാണ് കാണാൻ സാധിക്കുക സിനിമയുടെ പോസ്റ്റേഴ്സ് കണ്ടിട്ട്. മമിത ബൈജു ഒക്കെയാണ് മലയാളത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നത്. GV പ്രകാശാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 മിനിറ്റ് 44 സെക്കൻഡ് ആണ് സിനിമയുടെ ടീസർ സെൻസറിങ് നടന്നിരിക്കുന്നത് ഇന്ന്. എന്തായാലും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ ടീസർ റിലീസായിട്ട് വരും ആഴ്ചകളില്.
അടുത്ത അപ്ഡേറ്റ് ഐ നോബഡി എന്ന സിനിമേന്റെ തന്നെയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് നാളത്തോടെ കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. അതും വലിയൊരു ലോങ് ഷെഡ്യൂൾ തന്നെയാണ് പൃഥ്വിരാജിന്റെ ഐ നോബഡി എന്ന സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 136 ദിവസത്തെ ലോങ് ഷെഡ്യൂള്. അതും നമ്മുടെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു ഷെഡ്യൂൾ വരുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ നിസാം ബഷീറിന്റെ ഭാഗം വരാൻ പോകുന്ന നമ്മുടെ ഐ നോബഡി എന്ന സിനിമ. കാത്തിരിക്കാൻ നമുക്ക്. ഈ വർഷമാണ് സിനിമ, ഓണം റിലീസ് അല്ല, ഈ വർഷമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ റിലീസ് അപ്ഡേറ്റിനായിട്ട് വരും ദിവസങ്ങളിൽ. അടുത്ത അപ്ഡേറ്റ് ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ തന്നെയാണ്. ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന വമ്പൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ജയിലർ എന്ന സിനിമയുടെ 2ാം ഭാഗം. SRK, ലാലേട്ടൻ, രജനികാന്ത് ഒക്കെ വൺ ബിഗ് സ്ക്രീനിൽ വരാൻ പോവുകയാണ് സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. എന്തായാലും സിനിമയ്ക്ക് ഇനി ആകെ ഒരാഴ്ചത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും SRK ആയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് ഇപ്പൊ നിലവിൽ കാണാൻ സാധിക്കുന്നത് ഫൈനൽ ഷെഡ്യൂൾ ആയിട്ട്. എന്തായാലും നിലവിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കാൻ പോവുകയാണ് മുംബൈയില്. എന്തായാലും വലിയൊരു എക്സ്പെക്ടേഷൻസ് തന്നെയാണ് ജയിലർ സിനിമയുടെ 2ാം ഭാഗത്തിനായിട്ട്. എന്തായാലും ചിത്രത്തിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും വലിയ രീതിയിൽ സിനിമ അദ്ദേഹം ഇതുവരെ കണ്ടതിൽ തന്നെ വലിയൊരു ഔട്ട്പുട്ട് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സിനിമ വരട്ടെ. എന്തായാലും ഒരു 1000 കോടി ക്ലബ് അടിക്കാനുള്ള മുതലുണ്ടോ ചോദിക്കുകയാണെങ്കിൽ നിസ്സംശയം പറയേണ്ടി വരും, ഉണ്ടെന്ന് തന്നെ. കാരണം SRK വരുന്നുണ്ട്, ലാലേട്ടൻ വരുന്നുണ്ട്, രജനികാന്ത് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ശിവകുമാർ വരുന്നുണ്ട് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന്. അങ്ങനെ ഒരുപാട് വലിയ എക്സ്പെക്ടേഷൻസ് ഉള്ള സിനിമ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കും നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ലാലേട്ടന്റെ വരാൻ പോകുന്ന L368 എന്ന സിനിമ തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ ദിലീഷ് പോത്തൻ കോംബോയിൽ ഒരു ഹൊറർ കോമഡി സിനിമ നിലവിൽ പ്ലാനിങ് നടക്കുന്നുണ്ട്. പടത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും ഈ വർഷം അവസാനം സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാനിങ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട് സിനിമയുടെ ഷെഡ്യൂൾ അനുസരിച്ച്. കാരണം നിലവിൽ നമ്മുടെ L366, L367 എന്നീ 2 സിനിമകളുടെ ഷൂട്ടിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് 2 സിനിമകളുടെ ഷൂട്ടിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും L368 എന്ന് പറഞ്ഞ നമ്മുടെ ദിലീഷ് പോത്തൻ കോമഡി ഹൊറർ സിനിമയുടെ റിലീസ് അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് എന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. എന്തായാലും സിനിമ എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും റിലീസ് ആകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ആശീർവാദ് സിനിമാസ് ആണ് സിനിമ നിർമ്മിക്കാൻ പോകുന്നതും. കൂടുതൽ സിനിമ വാർത്തകൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് ന്യൂസ് ചാനൽ കാത്തിരിക്കുന്ന ചെയ്യുക.